വ്യത്യസ്തങ്ങളായ നെൽവിത്തുകളെ പരിചയപ്പെടുത്താനായി വയനാട്ടിൽ റൈസ് മ്യൂസിയം ഒരുങ്ങി. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ കീഴിലാണ് റൈസ് മ്യൂസിയം ആരംഭിച്ചത്. റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലെ നെൽകർഷകനായ സുൽത്താൻ ബത്തേരി സ്വദേശി പ്രസീദ് കുമാറിന്റെ വീടിനോട് ചേർന്നാണ് റൈസ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. 350-ലധികം വ്യത്യസ്ത ഇനം നെൽവിത്തുകളാണ് റൈസ് മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണം. ഞാൻ ഈ റൈസ് മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ കീഴിൽ ഏകദേശം 15ഓളം കുട്ടികൾ PhDക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുട്ടികൾ കാർഷിക ആവശ്യത്തിന് പഠിക്കാൻ വരുന്നൊരു സ്ഥാപനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ മ്യൂസിയം കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ഒരു മ്യൂസിയമാണ്. പക്ഷേ ഈ സ്ഥാപനം രാജീവ് ഗാന്ധി ബയോടെക്നോളജി തിരുവനന്തപുരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു തന്നൊരു സ്ഥാപനമാണിത്. ഈ നെല്ല് ഇപ്പോൾ ഏകദേശം 350 തരം നെല്ലുകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പക്ഷേ 700ഓളം തരം നെല്ലുകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കി 350 വയ്ക്കാനുള്ള സൗകര്യങ്ങളോട് ചെയ്യും. അത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഇത് കേരളത്തിലുള്ള കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും എല്ലാവർക്കും വളരെ ഉണർവ് വരും. കാരണം ഈ നെല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ അപൂർവമായ നെല്ലിനങ്ങൾ, വില കൂടിയ ഔഷധങ്ങളായ നെല്ലിനങ്ങൾ കേരളത്തിന് ഞാൻ പരിചയപ്പെടുത്തി, ഇന്ത്യയിലെയും പരിചയപ്പെടുത്തി. ഈ വിത്തുകൾ ഇന്ന് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കും കർഷകർക്കും നെൽവിത്തുകൾ കാണാനും പഠിക്കാനും ഇവിടെ അവസരം ലഭിക്കും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടർ ചന്ദ്രബോസ് നാരായണ റൈസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ റൈസ് മ്യൂസിയം കാണാനും മനസ്സിലാക്കുന്നതിനുമായി ഉദ്ഘാടന ദിനത്തിൽ എത്തിയിരുന്നു. എല്ലാ വർഷവും വ്യത്യസ്ത ഇനം പാടിയാട്ട് ചെയ്ത് ശ്രദ്ധേയനായ കർഷകൻ കൂടിയാണ് പ്രസീദ് കുമാർ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.